Hello, welcome to my sixth lecture of Power Electronics and Instrumentation course. So we are going to enter in the module 2, and module 2 is mainly dealing with choppers. Before going to details about choppers, I just want to ask about what is rectifier. So rectifier is a device which converts AC to DC. Okay, അത് നമുക്കറിയാം. Then what is inverter? Inverter എന്താണ്? Inverter is a device which convert DC to AC. Simply we can say that inverter is a DC to AC converter. Okay. Then what is choppers? Choppers is also a converter. That is, chopper is a device which is a DC to DC converter. Okay. DC to DC converters are called choppers. So in module 2, here we are dealing with choppers, that is DC to DC converters. Okay. So all these choppers are come under a regulated DC power supplies. Okay. എന്താണ് regulated power supply? Okay. ഒരു എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് regulated power supply കുറിച്ചൊരു പിക്ചർ കിട്ടും. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ആയിരിക്കാം. ഓക്കെ. സോ സപ്പോസ് നമുക്ക് മൊബൈലിന്റെ കേസ് എടുക്കാം. മൊബൈലിന്റെ ബാറ്ററി നമുക്കറിയാം, അതൊരു ബാറ്ററി DC സോഴ്സ് ആണ്. ഓക്കെ. അതിന്റെ വോൾട്ടേജ് റേറ്റ് എത്രയാണ്? 3.7 വോൾട്ട് ആയിരിക്കും ആ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത്, റേറ്റിംഗ്. ഓക്കെ. സോ ആ 3.7 വോൾട്ട് ബാറ്ററി DC സോഴ്സിൽ നിന്നാണ് ദ എൻറ്റയർ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നത്. അതെന്തൊക്കെയുണ്ട്? അതിന് ഡിസ്പ്ലേ ഉണ്ട് അല്ലേ? പിന്നെ എന്തുണ്ട്? അതിൻ്റെ അകത്ത് മൈക്രോഫോൺ ഉണ്ട്, സ്പീക്കർ ഉണ്ട്. ഓക്കെ. ദെൻ അതിൻ്റെ അകത്ത് ഓൺ ബോർഡ് ആയിട്ടുള്ള കുറേ കമ്പോണൻസ് ഉണ്ട്, മൈക്രോ കൺട്രോളർ ഉണ്ട്. ഓക്കെ. ഒത്തിരി സെൻസേഴ്സ് ഉണ്ട്, നമ്മുടെ ഡേറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആന്റീനാസ് ഉണ്ട്. ഓക്കെ. സോ ഇതിന്റെ പലതിൻ്റെയും റിക്വയർമെന്റ്, വോൾട്ടേജ് റിക്വയർമെന്റ് പലതിൻ്റെയും പലതായിരിക്കും. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഡിസ്പ്ലേക്ക് വേണ്ടത് 6 വോൾട്ട് DC ആയിരിക്കും. ഓക്കെ. ചിലപ്പോൾ നമ്മുടെ ഈ സ്പീക്കറിന് വേണ്ടത് 4 വോൾട്ട് ആയിരിക്കും. ഓക്കെ. ദെൻ അതിൻ്റെ അകത്ത് LED സ്റ്റാറ്റസ് ഒത്തിരി ഉണ്ട്. അതായത് നമ്മൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്കെല്ലാം ഒരു ചെറിയ ഒരു LED റെഡ് ലൈറ്റ് കത്തും. സപ്പോസ് അതിന്റെ 0.5 വോൾട്ട് ആയിരിക്കും. ഈ സെൻസേഴ്സ് ഒക്കെ ചിലപ്പോൾ 2 വോൾട്ടിലായിരിക്കും വർക്ക് ചെയ്യുക. സോ പല പല റിക്വയർമെന്റ്സ് ഉണ്ട് ഒരു മൊബൈൽ ഫോണിൽ, അല്ലേ? സോ ഓൾ ദീസ് റിക്വയർമെന്റ്സ് ആർ സാറ്റിസ്ഫൈഡ് ഫ്രം ദാറ്റ് ബാറ്ററി, 3.7 വോൾട്ട് ബാറ്ററി. അതെങ്ങനെ സാധിക്കുന്നു? ഓക്കെ. സോ ഇൻ ദാറ്റ് പ്ലേസ് the mobile phone consists of a regulated DC power supply. അതായത് ആ മൊബൈൽ ഫോണിൽ ഒരു റെഗുലേറ്റഡ് DC പവർ സപ്ലൈ ഉള്ളത് കൊണ്ടാണ് ഈ 3.7 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് ഓക്കെ 4 മുതൽ അല്ലെങ്കിൽ 6 വോൾട്ട് മുതൽ 0.5 വോൾട്ട് വരെ റിക്വയർമെന്റ് ഉള്ള പല പല കമ്പോണൻസിന് സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ. പിടികിട്ടിയോ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്താണ് റെഗുലേറ്റഡ് DC പവർ സപ്ലൈ എന്ന്. ഓക്കെ. പല പല കമ്പോണൻസിന് അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഓക്കെ നമ്മളെ ഒരു പവർ സപ്ലൈന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റെഗുലേറ്റഡ് DC പവർ സപ്ലൈ. ഓക്കെ. സോ ദിസ് DC regulated power supply should have some following requirement. Okay. What are they? First one is it should be a regulated one. That is, suppose നമുക്ക് 6 വോൾട്ടിന് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സോഴ്സിൽ നിന്ന് 6 വോൾട്ട് തന്നെ അവൻ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. 6.5 ആവാൻ പാടില്ല, 5.5 ആവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഇൻ എ കറക്റ്റ് വാല്യൂ. ഓക്കെ. ദാറ്റ് ഈസ് ദ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് മീൻസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് മസ്റ്റ് ബി ഹെൽഡ് കോൺസ്റ്റന്റ് വിത്തിൻ എ സ്പെസിഫൈഡ് ടോളറൻസ്. ഓക്കെ. ഇറ്റ് ഷുഡ് നോട്ട് ബി go to other value. It should be within the tolerance value. Okay. അതാണ് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ
first and the main requirement of a power supply. Second one is the isolation. Okay, that is, there should have proper isolation between the source, that is in the case of a mobile phone, that is a battery. Okay, ബാറ്ററിയിൽ നിന്ന് ഈ പല പല ലോഡിലോട്ട് പോകുന്ന ഇടയ്ക്ക് ഐസൊലേഷൻ വേണം. അതായത് ഡിസ്പ്ലേയും ബാറ്ററിയും തമ്മിൽ ഒരു ഐസൊലേഷൻ വേണം. നമ്മുടെ സ്പീക്കറിന്റെ സപ്ലൈയും ബാറ്ററി തമ്മിൽ ഐസൊലേഷൻ വേണം. സോ ദാറ്റ് ഇഫ് എനി ഡാമേജ്, എന്തെങ്കിലും ഒരു ഡാമേജ് കാരണം സ്പീക്കർ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഐസൊലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ പവർ സപ്ലൈ. ഓക്കെ, സോ ലോഡിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സപ്ലൈയിലെ ബാധിക്കാൻ പാടില്ല. ഓക്കെ, സോ ദർ ഷുഡ് ബി എ ഐസൊലേഷൻ. ഓക്കെ, ദെൻ മൂന്നാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ബാറ്ററിയിൽ നിന്ന് നമ്മുടെ മൊബൈൽ ഫോണിന് ആവശ്യമായിട്ടുള്ള പല പല കമ്പോണൻസിന് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് വേണം. ഓക്കെ, സോ അതാണ് പറയുന്നത് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദർ മേ ബി മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വോൾട്ടേജ്. ഓക്കെ, ദാറ്റ് മേ ബി ഡിഫർ ഇൻ ദർ വോൾട്ടേജ് ആൻഡ് കറന്റ് റേറ്റിംഗ്. ഓക്കെ, അതാണ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ മിനിമം ദീസ് 3 റിക്വയർമെന്റ്സ് എങ്കിലും ഒരു റെഗുലർ പവർ സപ്ലൈ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, നോക്കാം. ദെൻ സോ ഈ DC to DC കൺവേർട്ടർ അല്ലെങ്കിൽ ചോപ്പറിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദി സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ ഓഫ് എ ചോപ്പർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അവൈലബിൾ പവർ സപ്ലൈ എന്ന് പറയുന്നത്. KSB നമ്മളെ വീട്ടിൽ എത്തിക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് AC ആണ്. അത് മേ ബി സിംഗിൾ ഫേസ് ഓർ 3 ഫേസ്. ഓക്കെ, സോ ഈ ചോപ്പറിലെ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഡയോഡ് റെക്ടിഫയർ, അതായത് അൺകൺട്രോൾഡ് ഡയോഡ് റെക്ടിഫയർ. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? DC ആയിരിക്കും. ഓക്കെ, അത് റെഗുലേറ്റ് ആവണമെന്നില്ല. ഓക്കെ, അൺറെഗുലേറ്റഡ് ആയിരിക്കും. Okay, so that pulsated DC can be applied to the second block, that is filter. Usually capacitor are used as a filter. Okay, filter purpose working എങ്ങനെയാണ് നിങ്ങൾ ജൂനിയർ ക്ലാസ്സിലെല്ലാം നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കാണും. ഓക്കെ, സോ കുറച്ചും കൂടി ഫിൽറ്റേർഡ് ആയിട്ടുള്ള DC കിട്ടും. ദാറ്റ് ഈസ് ആൾസോ എ അൺറെഗുലേറ്റഡ് വൺ. ഓക്കെ, സോ റെഗുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് DC ഷുഡ് ബി അപ്ലൈഡ് ടു എ DC to DC കൺവേർട്ടർ. ഓക്കെ, സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്തോന്ന് റെഗുലേറ്റഡ് വൺ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് റെഗുലേറ്റഡ് DC ഔട്ട്പുട്ട് ഫ്രം എ DC to DC converter, that is chopper, is fed to a load. Okay, so this DC to DC converter is work under a control voltage. Okay, so ഈ control voltage corresponding ആയിരിക്കും ഈ ചോപ്പർ വർക്ക് ചെയ്യുക. ക്ലിയർ? ഓക്കെ, ഇതാണ് നമ്മുടെ പവർ DC to DC കൺവേർട്ടറിന്റെ ജനറൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയാം. ഓക്കെ, സപ്പോസ് ചില ലോഡിന്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മൊബൈലിന്റെ കേസോ ലാപ്ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദ പവർ സപ്ലൈ മേ ബി എ ബാറ്ററി. ഓക്കെ, സോ ആ ബാറ്ററിയിൽ എന്തെങ്കിലും നോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്യാനായിട്ട് കിട്ടുന്നത് അതിനെ അൺറെഗുലേറ്റഡ് DC ആയിരിക്കും. അതെപ്പോഴും അതിനെയും ഈ ചോപ്പറിലേക്ക് കൊടുക്കുമ്പോൾ മാത്രമേ അത് റെഗുലേറ്റഡ് ആയിട്ട് മാറുന്നുള്ളൂ. Okay, so the power supply may be our AC voltage. Okay, if it is a voltage, AC voltage, we have to use a diode rectifier. Okay, then sometimes the supply voltage may be a battery. Okay, ഇനി നമുക്ക് ഈ ചോപ്പറിലോട്ട് പോവാം. എന്താണ് ചോപ്പർ? ചോപ്പർ സിംപിളി എ സ്വിച്ച് ആണ്. ഓക്കെ, ആ സ്വിച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ആ സ്വിച്ചിന്റെ സ്വിച്ചിങ് സ്പീഡും ഒക്കെ വെച്ചിട്ടാണ് അത് ചോപ്പറിലോട്ട് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യൂഷ്വലി നമ്മൾ ഫസ്റ്റ് മോഡലിൽ പഠിച്ച BJT അല്ലെങ്കിൽ MOSFET, IGBT, GT ഒക്കെ ആയിരിക്കാം പിന്നെ ഈ കൺവേർട്ടറിന്റെ അകത്ത് ഉപയോഗിക്കുന്ന സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ DC to DC കൺവേർട്ടർ ഒത്തിരി ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സ്റ്റെപ്പ് ഡൗൺ DC to DC കൺവേർട്ടർ, അതായത് അതിന് വേറെ പേരാണ് ബക്ക് കൺവേർട്ടർ. സ്റ്റെപ്പ് ഡൗൺ. ഇനി നമ്മൾ ഒരിക്കലും സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ എന്ന് പറയത്തില്ല, പകരം വി യൂസ് ദ ടേം ബക്ക് കൺവേർട്ടർ. So next one is a step up DC to DC converter, that is boost converter. Step down example എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ 3.7 വോൾട്ട് മൊബൈലിന്റെ ബാറ്ററിയിൽ നിന്ന് ആ ചെറിയ LED വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 0.5 വോൾട്ട് ആയിരിക്കണം. ഓക്കെ, സോ 3.7 വോൾട്ടിൽ നിന്ന് 0.5 സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. ഓക്കെ, സോ വി യൂസ് എ ബക്ക് കൺവേർട്ടർ. ക്ലിയർ?
സോ നെക്സ്റ്റ് ഈ 3.7 വോൾട്ടിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. സപ്പോസ് ഡിസ്പ്ലേ 6 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി ബൂസ്റ്റ് ഫ്രം 3.7 ഔട്ട്പുട്ട് ഓഫ് ബാറ്ററി ടു 6. Okay, so where we use a boost converter. Okay, so next one is a combination of buck and boost, that is step down or step up. It may be act as a step down, okay, or act as a step up. So it is a buck boost converter. Okay, so it is a combination of both the step up and step down. Then fourth one is a cut and the fifth one is the full bridge. Okay, in our syllabus we have to discuss about first three, that is step down, step up, and the combination of step up and step down. Okay, clear. സോ നമുക്കിനി ഇതിന്റെ എലമെന്റ്സ്, ഒരു സ്വിച്ച് മോഡ്, നമ്മുടെ സ്വിച്ചിങ് റെഗുലേറ്ററിന്റെ അകത്തുള്ള കമ്പോണൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിന്റെ പർപ്പസ് ഞാൻ പറഞ്ഞു. പർപ്പസ് ഓഫ് സ്വിച്ച് മോഡ് റെഗുലേറ്റർ ഈസ് ടു കൺവേർട്ട് അൺറെഗുലർ ഡി സി ടു എ റെഗുലേറ്റർ വൺ. എന്താണ് റെഗുലർ ഡി സി എന്നൊരു കാര്യം ഞാൻ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. ഇതാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രം. ഓക്കെ, സോ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് പ്ലസ് മൈനസ് എന്ന് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് ഈസ് എ ഡി സി വോൾട്ടേജ്. ഓക്കെ, സോ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഡി സി വോൾട്ടേജ് നമ്മൾ ഇവിടെ കൊടുക്കും. ഓക്കെ, ഇത് ചോപ്പറാണ്, റെഗുലേറ്റഡ് ഡി സി ടു ഡി സി കൺവേർട്ടർ ആണ്. ഇതെല്ലാം കൂടി ചേർന്ന് ഔട്ട്പുട്ട് എനിക്ക് കിട്ടുന്നത് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡി സി ആയിരിക്കും എനിക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ചോപ്പർ. ഓക്കെ, ദെൻ ഈ ചോപ്പർ ഞാൻ പറഞ്ഞായിരുന്നു, ചോപ്പർ വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് നീഡ് എ കൺട്രോൾ സിഗ്നൽ. സോ വി ജി എന്ന കൺട്രോൾ സിഗ്നൽ എനിക്ക് കിട്ടും. അത് തന്നെ ഹിയർ വി ഹാവ് എ കൺട്രോൾ. ഓക്കെ, ഇങ്ങനെ പോകും. ദെൻ ഈ കൺട്രോളിലോട്ട് വരുന്ന ഒരു കൺട്രോൾ സിഗ്നൽ ഉണ്ട്. ഓക്കെ, ഈ കൺട്രോൾ സിഗ്നൽ ഉണ്ട്. ഈ കൺട്രോൾ സിഗ്നൽ എങ്ങനെ കിട്ടുന്നു? ഈ കൺട്രോൾ സിഗ്നൽ കിട്ടുന്നത് നമ്മുടെ ഈ റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ടും ഒരു റെഫറൻസ് വോൾട്ടേജും തമ്മിൽ കമ്പയർ ചെയ്ത് കിട്ടുന്ന ആ എറർ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ കൺട്രോൾ വോൾട്ടേജ്. ഈ കൺട്രോൾ വോൾട്ടേജും ഒരു റാമ്പ് സിഗ്നൽ, റാമ്പ് വെച്ചാൽ ട്രയാങ്കിൾ ഷേപ്പ്, ഒരു റാമ്പ് സിഗ്നലും കൂടി തമ്മിൽ അനന്തർ കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഗേറ്റ് സിഗ്നൽ കിട്ടുക. ഈ ഗേറ്റ് ആണ് നമ്മൾ ഇവിടുത്തെ കൺട്രോൾ സിഗ്നൽ ആയിട്ട് പോവുക. ഓക്കെ, സോ ഈ ഗേറ്റ് സിഗ്നൽ കറസ്പോണ്ടിങ് ആയിരിക്കും നമ്മുടെ ബി ജെ ടി ആയാലും മോസ്ഫെറ്റ് ആയാലും സ്വിച്ച് ഓൺ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആവുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സ്റ്റെപ്പ് അപ്പ് ആയിട്ടോ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടോ വർക്ക് ചെയ്യുന്നത് ഈ ഗേറ്റ് സിഗ്നലാണ്. ഈ ഗേറ്റ് സിഗ്നൽ എവിടുന്ന് കിട്ടി? ഗേറ്റ് സിഗ്നൽ ഈ റെഫറൻസും ഈ കൺട്രോൾ സിഗ്നൽ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് എനിക്ക് ഗേറ്റ് സിഗ്നൽ കിട്ടുക. എവിടുന്ന് കൺട്രോൾ സിഗ്നൽ കിട്ടി? ഔട്ട്പുട്ടും നമ്മുടെ റെഫറൻസ് വേറെ റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന എറർ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ് എന്റെ കൺട്രോൾ വോൾട്ടേജ്. ഓക്കെ, ഈ കൺട്രോൾ വോൾട്ടേജും ഒരു റാമ്പും തമ്മിൽ കമ്പയർ ചെയ്ത് കിട്ടുന്നതാണ് ഗേറ്റ് സിഗ്നൽ. സോ ദിസ് ഗേറ്റ് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദി ഗേറ്റ് ഓർ BJT or MOSFET. Okay, so the MOSFET or gate or BJT or IGBT will work under the control of the gate signal. Okay, clear. So it is found that output voltage can be controlled by varying the switching of the chopper. Okay, അത് ഞാൻ പറഞ്ഞു, ഈ ഗേറ്റ് സിഗ്നൽ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഈ DC to DC അല്ലെങ്കിൽ ചോപ്പറിന്റെ വർക്കിംഗ്, സ്വിച്ചിങ് നടക്കുക. ഈ സ്വിച്ചിങ്, ഈ ചോപ്പറിന്റെ അത്ര സ്വിച്ചിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇതിന്റെ വർക്കിംഗ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിലോ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അഡ്ജസ്റ്റ് ദി ഡ്യൂട്ടി സൈക്കിൾ ഓഫ് ദി കൺട്രോൾ സിഗ്നൽ, ദിസ് ഗേറ്റ് സിഗ്നൽ. ഈ ഗേറ്റ് സിഗ്നലിന്റെ ഡ്യൂട്ടി സൈക്കിൾ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ചോപ്പറിന്റെ ഔട്ട്പുട്ടിനെ നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും. എന്താണ് ഡ്യൂട്ടി സൈക്കിൾ? ഓൺ ടൈം ബൈ ടോട്ടൽ ടൈം പീരീഡ് ആണ് നമ്മുടെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയാം. സോ വാല്യൂ വെച്ചാൽ 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ഡ്യൂട്ടി സൈക്കിളിന്റെ വാല്യൂ. ഓക്കെ, സോ ഈ കൺട്രോൾ സിഗ്നലിന്റെ, ഈ ഗേറ്റ് സിഗ്നലിന്റെ ഡ്യൂട്ടി സൈക്കിൾ വിച്ച് മേ ബി വേരി ഫ്രം 0 to 1. ഓക്കെ, സോ ആ ഡ്യൂട്ടി സൈക്കിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ചോപ്പറിന്റെ സ്വിച്ചിങ് മാറും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് നമുക്ക് വേരി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഔട്ട്പുട്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓപ്പറേഷൻ. ഓക്കെ, ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഗേറ്റ് സിഗ്നലിന്റെ ഫ്രീക്വൻസി കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഫ്രീക്വൻസി എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷെ അതിൻ്റെ അകത്തുള്ള ഓൺ ടൈം, ഓക്കെ, ഓൺ ടൈം മാറിക്കൊണ്ടേയിരിക്കും.
ഓക്കെ. സോ ഇത് ഒരു 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 സമയത്തുള്ള കോൺസ്റ്റന്റ് ഫ്രീക്വൻസി മോഡ് ഓപ്പറേഷനിലുള്ള ഒരു ഗേറ്റ് സിഗ്നൽ ആണ്. ഓക്കെ. ഇത് വേറൊരു സമയത്താണ്. ഈ രണ്ട് സമയത്തായാലും ശരി ഫ്രീക്വൻസി ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. അന്നേരമോ ഓൺ ടൈം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. സോ ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ പറയുന്ന പേരാണ് PWM അല്ലെങ്കിൽ പൾസ് വിത്ത് മോഡ് കൺട്രോൾ എന്ന് പറയും. ഓക്കെ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡ്യൂട്ടി സൈക്കിൾ ഗേറ്റ് സിഗ്നലിന്റെ ഡ്യൂട്ടി സൈക്കിൾ വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോപ്പറിന്റെ വർക്കിംഗ് മാറ്റാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് വൺ ഈസ് constant frequency operation mode. Here the frequency of the gauge signal is kept constant, and on time of the gauge signal is vary according to our requirement. നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഈ ഗേറ്റ് സിഗ്നലിന്റെ ഓൺ ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ഈ വേവ് ഫോം കാണുന്നത് നമുക്ക് അറിയാൻ പറ്റും ഇതൊരു പൾസ് വിഡ്ത്ത് ആണ്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആണ്. ഓക്കെ. വിഡ്ത്ത് അല്ല, വിഡ്ത്ത്. സോ വിഡ്ത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഹെൻസിനെ PWM control, pulse width modulation control. And the next mode of operation is variable frequency. First one is constant frequency, and second one is the variable frequency. So our time then നമുക്ക് മനസ്സിലാക്കാൻ പറ്റും here the frequency of the gate signal will vary according to your requirement. Okay. Here either on time or off time of the gate signal will keep constant. Okay. ഇവിടെ നോക്കി, ഇവിടെ ഇത് ഒരു സമയത്തുള്ളതാണ്, ഇത് വേറെ സമയത്തുള്ളതാണ്. ഓക്കെ. സോ ഇത് വേരിയബിൾ ഫ്രീക്വൻസി മോഡിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതർ ഓൺ അല്ലെങ്കിൽ ഓഫ് മാറിക്കൊണ്ടിരിക്കും, കോൺസ്റ്റന്റ് ആക്കിയിരിക്കും. പക്ഷേ ഫ്രീക്വൻസി നോക്കി, ഈ ഫ്രീക്വൻസി ആണോ ഈ ഫ്രീക്വൻസി? അല്ല. ഓക്കെ. ഇതിന്റെ ഫ്രീക്വൻസി കൂടുതൽ, ഇതിന്റെ ഫ്രീക്വൻസി കുറവ്. So okay, so the control signal, that is the gate signal, can be used for the controlling the output of a chopper, and that can be implemented in two mode, that is constant frequency operation mode or variable frequency operation mode. In constant frequency, the frequency of the gate signal is kept constant, and the on time of the signal will change. So it is also called PWM control. In variable mode of operation, here the frequency of the gate signal is varying according to your requirement. In this case, either the on time or off time, ഏതെങ്കിലും ഒന്ന് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. Hence this is called frequency modulation control. തൊട്ട് മുന്നേത്തത് PWM control ആയിരുന്നു, ഇവിടെ frequency modulation control. ഈ വാക്കുകളൊക്കെ നമുക്ക് വേണം. ഓക്കെ, ശരി. സോ ഇതാണ് നമ്മുടെ റെഗുലേറ്റർ പവർ സപ്ലൈ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ. സപ്പോസ് ഒരു എസ് ആയിട്ട് ഗീവ് ഇറ്റ് എ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എ റെഗുലേറ്റർ പവർ സപ്ലൈ എന്ന് 10 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ നമുക്ക് എഴുതണം. ഓക്കെ, ശരി. എങ്കിൽ നമുക്ക് ഫസ്റ്റ് റെഗുലേറ്ററിലോട്ട് പോകാം, ബക്ക് റെഗുലേറ്റർ. വി ആൾറെഡി ഡിസ്കസ് ദാറ്റ് ബക്ക് കൺവെർട്ടർ ഈസ് എ സ്റ്റെപ്പ് ഡൗൺ DC to DC converter. Okay. So in buck converter, the average output voltage VA is less than the input voltage, that is it is step down. Okay. Output എന്ന് പറയുന്നത് ഇൻപുട്ടിനെക്കാട്ടും കുറവാണെന്നുണ്ടെങ്കിൽ it is step down. Hence it is called as buck converter. അവന്റെ സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ നമുക്ക് നോക്കാം. സർക്യൂട്ട് ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതിൽ കറക്റ്റ് ആയിട്ട് സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ നോക്കി മനസ്സിലാക്കി വെച്ചോളണം. കമ്പോണൻസ്, ഇൻഡക്ടറും ഡയോഡും കപ്പാസിറ്ററിന്റെ ഒക്കെ പ്ലേസിംഗ് ഒക്കെ എല്ലാം നോക്കിക്കൊള്ളണം. അതുപോലെ ട്രാൻസിസ്റ്ററിന്റെ പൊസിഷൻ. ഓക്കെ. സോ ഒരു ഹിന്റ് ഞാൻ പറഞ്ഞു തരാം. ഈ ബക്ക് റെഗുലേറ്റർ ഓർത്ത് വെക്കാനായിട്ട്, ഈ ബക്ക് റെഗുലേറ്ററിൽ ഈ സ്വിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇൻഡക്ടർ വരിക. ഇതാണ് സ്വിച്ച്, BJT. ഓക്കെ. BJT മോസ്ഫെറ്റ് എന്തോ ആയിക്കൊണ്ടുകൂടെ ഞാൻ ഒരു സ്വിച്ച് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്വിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇൻഡക്ടർ വരിക ഫോർ ബക്ക് റെഗുലേറ്റർ. ബൂസ്റ്റ് ആണെങ്കിലോ ആദ്യം ഇൻഡക്ടർ വരും, ദെൻ സ്വിച്ച് വരും. ഓക്കെ, ഇതാണ് ഹിന്റ്. ക്ലിയറായോ? സോ ഇൻ ബക്ക് കൺവെർട്ടർ ഫസ്റ്റ് BJT, then inductor. In the case of a boost regulator, we will study later. In the case of a boost regulator, inductor first come. Okay. സോ നോക്കാം, ഇതിന്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഈ ഡയഗ്രാം എല്ലാം നോക്കുക. സോ ഇവിടെയാണ് നമ്മളെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള DC കൊടുക്കുക. ഇതിന്റെ ഔട്ട്പുട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ള വോൾട്ടേജ് എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്നോ അല്ലെങ്കിൽ VA എന്ന് പറഞ്ഞ് എനിക്ക് നോക്കാം.
Okay. So ഇവിടെ DM എന്ന് പറയുന്ന ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. Okay, DM നമുക്ക് നോക്കാം. So the operation of a buck regulator can be explained in two modes, that is mode 1 and mode 2. Okay. So in mode 1 എന്ത് നടക്കും? In mode 1 the transistor Q0 will on. Mode 2 transistor off ആയിരിക്കും. Clear ആയോ? Okay. So the working of a buck converter can be explained in two modes, that is mode 1 and mode 2. In mode 1 the working in mode 1 the transistor Q1 is in on. Okay. എങ്കിൽ എന്ത് സംഭവിക്കും? സോ ഈ മോഡ് 1 ആ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്തുള്ള ഇക്വാലന്റ് ഡയഗ്രാം ആണ് ഞാൻ താഴെ വരച്ചിരിക്കുന്നത്. മോഡ് 1. ഓക്കെ. ഹിയർ വി ഹാവ് അവർ VS, ഹിയർ ഓൾസോ വി ഹാവ് VS. സോ IS നമ്മൾ സപ്ലൈ കറണ്ട് വരുന്നുണ്ട്. ഈ സ്വിച്ച് ഓൺ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ഷോർട്ട് ആയിരിക്കും അല്ലെ? സ്വിച്ച് ആണെങ്കിൽ അത് ഷോർട്ട് ആയിരിക്കും. ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ട്രാൻസിസ്റ്റർ കാണിക്കേണ്ട കാര്യമില്ല, കാണിച്ചിട്ടില്ല. സോ നേരെ എങ്ങോട്ടാ പോകുന്നത്? ഇൻഡക്ടർ പോകുന്നുണ്ട്. ഓക്കെ. ഇൻഡക്ടറോട് പോകും. ഈ ഇൻഡക്ടർ ഇവിടെ ഉണ്ട്. ഓക്കെ. ദെൻ കപ്പാസിറ്റർ ഇവിടെ ഉണ്ട്, ലോഡ് ഇവിടെ ഉണ്ട്. ഓക്കെ. ഈ ഡയോഡ് എവിടെ പോയി? അവിടെ പോയി ഡയോഡ്. ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും. കാരണം എന്താ? ഈ പ്ലസ് സൈനല്ലേ ഇവിടെ വരിക അല്ലെ? ഈ പ്ലസ് സൈനായിരിക്കും ഇവിടെ വരിക. ഓക്കെ. സോ ഒരു കോയിലിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ. വിത്ത് എ പൊളാരിറ്റി ഹിയർ കം. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഇവിടെ പ്ലസും ഇവിടെ മൈനസുമായിട്ട് പൊളാരിറ്റി വെച്ചിട്ട് ആയിരിക്കും ഇതിൻ്റെ അകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്യുക. ഓക്കെ. ദാറ്റ് EMF ബ്രിങ്സ് ദ ഡയോഡ് റിവേഴ്സ് ബയാസ്. ഓക്കെ. സോ റിവേഴ്സ് ബയസ് ആണെങ്കിൽ ഈ ഡയോഡ് ഓഫ് ആയിരിക്കും. ഓഫ് ആണെങ്കിൽ ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ. സോ ഇതാണ് മോഡ് 1. In mode 1 the transistor Q1 is in on condition. Okay. ഓൺ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് ഡയഗ്രാം ഇതാണ്. ട്രാൻസിസ്റ്റർ ഓൺ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻഡക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് കാരണം ദ ഡയോഡ് വിൽ ബി ഇൻ റിവേഴ്സ് ബയസ്. ഓക്കെ. ഈ സമയത്ത് എന്ത് പറ്റും? ഈ ഇൻഡക്ടറിൽ കൂടി കറണ്ട് പൊക്കോണ്ടേയിരിക്കും അല്ലെ? ഇൻഡക്ടറിൽ കൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പോകുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. ക്ലിയർ ആയോ? ഈ കപ്പാസിറ്റർ പോകുന്ന കറണ്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ. ഓക്കെ. നമുക്ക് നോക്കാം. ഇനി മോഡ് 2 എന്ത് സംഭവിക്കും? In mode 2 the transistor Q1 will be off condition. Okay. ഇതാണ് എൻ്റെ സർക്യൂട്ട്. സോ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോൾ എന്ത് പറ്റും? ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോഴത്തേക്കും കറണ്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഓക്കെ. ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നു. T=0 സമയത്ത് ട്രാൻസിസ്റ്റർ ഓൺ ആയിരുന്നു, കറണ്ട് പൊക്കോണ്ടിരുന്നു. സഡൻലി when T=T1 ആവുന്ന സമയത്ത് കറണ്ട് സഡൻ ആയിട്ട് ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. ഓക്കെ. സഡൻ ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോൾ എന്ത് പറ്റും? ഈ ഇൻഡക്ടറിൽ കൂടി, ഇൻഡക്ടറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് സഡൻ ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്യും അല്ലെ? സോ ഒരു ഹൈ EMF, ഒരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ. വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി. നേരത്തെ പ്ലസ് മൈനസ് എന്ന് പറയുന്ന ഒരു പൊളാരിറ്റിയിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെൻ ദ Q1 in off and back EMF occur with a opposite polarity. ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും. ഓക്കെ. സോ ഇവിടെ മൈനസ് വന്നാൽ എന്ത് പറ്റും? വിത്ത് റെസ്പെക്ട് ടു P എന്നിൽ ഒരു മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഡയോഡ് ഓൺ ആയിരിക്കും. ഓക്കെ. സോ ഡയോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ മോഡ് 2 ഇക്വലന്റ് ഡയഗ്രാമത്തിൽ ഈ DM ഇവിടെ നമ്മൾ കാണിക്കണം. മോഡ് 1 കാണിച്ചില്ല. കാരണം എന്തുകൊണ്ടാണ്? ഡയോഡ് അവിടെ റിവേഴ്സ് ബയസ് ആയിരുന്നു. ഓക്കെ. സോ അത് അതിന്റെ പ്രസൻസ് അവിടെ ഇല്ല. ബട്ട് ഇൻ മോഡ് 2 the transistor Q1 is in off condition, which makes the diode DM to on. സോ ഡയോഡ് DM ഈ മോഡ് 2 ഓൺ ആയിരിക്കും. ആ സമയത്ത് ഇക്വലന്റ് ഡയഗ്രാം ആണിത്. ഓക്കെ. ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒന്നും വരത്തില്ല, ഇല്ലല്ലോ. സോ ഇത്രയും പോർഷൻ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇത്രയും പോർഷൻ മാത്രം നമുക്ക് വരച്ചാൽ മതി. സോ DM ഇവിടെയുണ്ട്, ഇൻഡക്ടർ ഇവിടെയുണ്ട്, കപ്പാസിറ്റർ ഇവിടെയുണ്ട്, ലോഡ് ഇവിടെയുണ്ട്. ഓക്കെ. സോ മോഡ് 1 ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയിരുന്നു, ഇൻഡക്ടറിലൂടെ കറണ്ട് പൊക്കോണ്ടിരിക്കുന്നു, ഇൻഡക്ടർ എനർജീസ് ആയിക്കൊണ്ടേയിരുന്നു. ഓക്കെ. സോ ഇൻഡക്ടറിൽ എനർജി ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. ദെൻ മോഡ് 2 ആയപ്പോഴത്തേക്കും ട്രാൻസിസ്റ്റർ ഓഫ് ആയി. ഓക്കെ. സോ മോഡ് 1 എന്തോരം എനർജി സ്റ്റോർ ചെയ്തിരുന്നു, ആ എനർജി ആയിരിക്കും, ആ പവർ ആയിരിക്കും മോഡ് 2 ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ലോഡിലോട്ട് കൊടുക്കുക. വീഡിയോ. സോ ദി മോഡ് 2 begins when the transistor Q1 is switch off at T=T1. ഇക്വലന്റ് ഡയഗ്രാം ആണിത്. In this mode, the freewheeling diode DM conducts due to energy stored in the inductor and
closes the circuit. Okay, ഇപ്പോൾ എന്ത് ചെയ്യും? ആ ഇൻഡക്ടറിൽ നിന്ന് കറണ്ട് കപ്പാസിറ്ററിലോട്ടും ലോഡിലോട്ടും എല്ലാം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, തൊട്ട് മുന്നേ മോഡ് 0-ൽ എന്തോരം എനർജി സ്റ്റോർ ചെയ്തിരുന്നോ ട്രാൻസിസ്റ്റർ ഓൺ ആയിരുന്ന സമയത്ത് മോഡ് 1-ൽ എനർജി സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നു. വെൻ മോഡ് 2-ൽ ട്രാൻസിസ്റ്റർ Q1 ഓഫ് ആയപ്പോഴത്തേക്ക് തൊട്ട് മുന്നേ എന്തോരം എനർജി സ്റ്റോർ ചെയ്തിരുന്നോ ഈ മോഡ് 2-ൽ ആ എനർജി ലോഡിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ എനിവേ ദ ലോഡ് കറണ്ട് I0 അല്ലെങ്കിൽ IA എന്ന് പറഞ്ഞ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ബിക്കോസ് എന്താ DC ആണ്. DC മീൻസ് ദ ലോഡ് കറണ്ട് വിൽ ബി കോൺസ്റ്റന്റ്. ഓക്കെ, ട്രാൻസിസ്റ്റർ ഓൺ ആയാലും ഓഫ് ആയാലും നമുക്ക് അതൊന്നും മാറ്റർ അല്ല. IA അല്ലെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് കറണ്ട് വിൽ ബി എ കോൺസ്റ്റന്റ് വൺ. ഓക്കെ, അതുകൊണ്ടാണ് DC എന്ന് പറയാൻ കാര്യം. Okay, so the output voltage of a buck converter, very important, output voltage of a buck converter is given by BS, that is supply voltage into T1 by T. What is the T1? T1 എന്ന് പറയുന്നത് on time by T എന്ന് total time. So on time by total time period എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ഡ്യൂട്ടി സൈക്കിൾ K എന്ന് പറയുന്നത് അല്ലേ? So the output voltage of a buck converter is given by K into VS, where K is the duty cycle. Okay, suppose let's consider K, the duty cycle of K as 0.5. Okay, and supply voltage VS, the supply input voltage is 10. Okay, so suppose the supply input voltage is 10 and the duty cycle of the transistor of this switch is 0.5, then what will be the output voltage? Output voltage VA is equal to K into supply voltage, that is 0.5 into 10, that is 5 volt. അല്ലെ, 10 വോൾട്ട് കൊടുത്തിരുന്ന സമയത്ത് ഇതിന്റെ ഡ്യൂട്ടി സൈക്കിൾ 0.5 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? 5 അല്ലേ? സോ 10-ൽ നിന്ന് 5-ലോട്ട് മാറി, ഹെൻസ് ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ DC to DC കൺവേർട്ടർ. ക്ലിയർ ആയോ? സോ K into VS ആണ്. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് 0.5. ഓക്കെ ഓക്കെ, ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറയണേ ഇതിന്റെ ഡയഗ്രാം നമുക്ക് പറയാം, ഇതിന്റെ വേവ് ഫോം, അതായത് അതിന്റെ കപ്പാസിറ്റർ കൂടെ പോകുന്ന കറണ്ട്, ഇൻഡക്ടർ കൂടെ പോകുന്ന കറണ്ടിന്റെ എല്ലാം നമുക്ക് വേവ് ഫോം നമുക്ക് വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇതാണ് മോഡ് 1-ലെ മോഡ് 2-ലെ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു, ഇക്വലന്റ് ഡയഗ്രാം ആണ് ഞാൻ പറഞ്ഞു. മോഡ് 1-ലെ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും, മോഡ് 2-ൽ ഓഫ് ആയിരിക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത. ഇത് വേവ് ഫോം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു, പക്ഷെ നമുക്ക് ഓർഡറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെ കിട്ടും? സോ ഇതാണ് എന്റെ നമ്മുടെ ഗേറ്റ് സിഗ്നൽ. ഓക്കെ, ഓൺ ഓഫ്, T1 സമയത്ത് ഓൺ ആയിരിക്കും, ഓഫ് ആയിരിക്കും. സോ ഇറ്റ് മീൻസ് ദിസ് ഈസ് ദ ടൈം ഓഫ് മോഡ് 1, ദിസ് ഈസ് ദ ടൈം പീരിയഡ് ഓഫ് മോഡ് 2. ഓക്കെ, then second one is the inductor current, third one is the supply current, fourth one is the current to the capacitor. Okay, then ഇതെന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് VA, ഇത് നമ്മൾ ഔട്ട്പുട്ട് കറണ്ട്. ഇതാണ് നമുക്ക് നോക്കേണ്ടത്. സോ മോഡ് 1-ൽ എന്ത് സംഭവിക്കും? മോഡ് 1-ൽ സ്വാഭാവികമായിട്ടും സ്വിച്ച് ഓൺ ആയിരിക്കും. സ്വിച്ച് ഓൺ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഇൻഡക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? ഓക്കെ, സോ വിച്ച് മീൻസ് ഹിയർ എനർജി ഈസ് ബിൽഡ് അപ്പ് ഇൻ ഇൻഡക്ടർ. സോ മീൻസ് കറണ്ട് ഗ്രാജുവലി ഇൻക്രീസിങ് ഉണ്ടോ? കറണ്ട് I1 എന്ന് ഇങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇൻ മോഡ് 1. ഓക്കെ, അത് കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല, അങ്ങനെ പോവുകയാണ്. ഓക്കെ, സോ IS എന്താണ്? സപ്ലൈ വോൾട്ടേജ് തന്നെയാണ് അല്ലേ? സപ്ലൈ വോൾട്ടേജ് അല്ലേ? IS is equal to IL അല്ലേ? സോ IL കൂടുകയാണെങ്കിൽ IS ഉം കൂടും. ഓക്കെ, സോ IS ഉം സപ്ലൈ കറണ്ടും ഇങ്ങനെ കൂടി 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 ഇങ്ങനെ പോകും. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ട് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, IL ഇൻഡക്ടർ കറണ്ട് എന്ന് പറയുന്നത് നേരെ ഇവിടെ വന്നിട്ട് രണ്ട് ബ്രാഞ്ചായി ഡിവൈഡ് ചെയ്യാണ്. IA ആയിട്ടും IC ആയിട്ടും ഡിവൈഡ് ചെയ്യാണ്. IA എന്താണ്? ഔട്ട്പുട്ട് കറണ്ട്, വിച്ച് ഈസ് എ കോൺസ്റ്റന്റ് വൺ. സോ IS എന്ന് പറയുന്നത് എന്തായിരിക്കും? സോറി, IS അല്ല, IC ആണ്. ഇവിടെ IC ആണ്, IS അല്ല, IC. ഓക്കെ, IC എന്തായിരിക്കും? IL മൈനസ് IA, IL മൈനസ് IA. ഓക്കെ, സോ IL-ൽ നിന്ന് IA കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് IC കിട്ടും. IS അല്ല, IC എനിക്ക് കിട്ടും. ഓക്കെ, I എന്ന് പറയുന്നത് DC വാല്യൂ ആണെന്ന് എനിക്കറിയാം. വിച്ച് മീൻസ് എന്തായിരിക്കും? IC എന്ന് പറഞ്ഞത് IL-ൽ നിന്ന് ഒരു DC ക്ലാമ്പിംഗ് അല്ലെ, താഴോട്ട് ക്ലാമ്പ് ചെയ്യുന്നല്ലേ അർത്ഥം. IA എന്ന് പറഞ്ഞാൽ DC ആണെന്ന് എനിക്കറിയാം, ഔട്ട്പുട്ട് കറണ്ട്. IL-ൽ നിന്ന് ഒരു DC കുറയ്ക്കുക മീൻസ്
ഒരു താഴോട്ടൊന്ന് ക്ലാമ്പ് ചെയ്യാം അല്ലെ. സോ ഐ സി എന്ന് പറയണേ ഈ I1 നിന്നും I2 നിന്നും I കുറച്ചാൽ പോരെ. സോ I1 മൈനസ് I2 മൈനസ് I, അതായത് ഈ ഗ്രാഫ് തന്നെ ഒന്ന് താഴോട്ട് ക്ലാമ്പ് ചെയ്യുക. ഇതിൽ നിന്ന് ഫുൾ എല്ലാ സ്ഥലത്തു നിന്നും IA കുറയ്ക്കുക. IC എന്ന് പറയുന്നത് IL മൈനസ് IA, വിച്ച് മീൻസ് ഈ ഗ്രാഫിൽ നിന്ന് ഒരു മൈനസ് IA താഴോട്ട് ക്ലാമ്പ് ചെയ്താൽ കിട്ടുന്ന നമ്മുടെ കപ്പാസിറ്റർ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണേ, ശരി. ഇനി വി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. വി എന്നാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇവിടെ പറയുന്നത് വി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇവിടുത്തെ IA ഔട്ട്പുട്ട് കറണ്ട്, വി ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, സോ നമുക്ക് പെർഫെക്റ്റ് DC ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, എന്നിരുന്നാലും ഇവിടെ ഇൻഡക്ടർ ഒക്കെ അല്ലേ, കപ്പാസിറ്റർ കൊണ്ട് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഇൻ വോൾട്ടേജ് ഉണ്ടായിരിക്കും. അവനെയാണ് ഡെൽറ്റ വി സി എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് കറണ്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആയോ? ശരി. ഇനി മോഡ് 2 എന്തായിരിക്കും? മോഡ് 2 ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും അല്ലേ. ട്രാൻസിസ്റ്റർ ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അനീക്വൽ ഡയഗ്രാം ഇതാണ്. തൊട്ട് മോഡ് 1 എന്തോരം എനർജി ചാർജ് ചെയ്തിരുന്നോ ആ ചാർജ് ചെയ്യുന്ന എനർജിയാണ് ഇൻഡക്ടർ മോഡ് 2 ഡിസ്ചാർജ് ചെയ്യുക. സോ മോഡ് 2 ഇവിടെ കറണ്ട് ഡിസ്ചാർജ് ചെയ്യില്ല ചെയ്യണേ. ഓക്കെ, മോഡ് 1 ചാർജ് ചെയ്തു, മോഡ് 2 സ്വിച്ച് ഓഫ് ആകുമ്പോഴത്തേക്കും കപ്പാസിറ്റർ കറണ്ട് ഡിസ്ചാർജ്, ഇൻഡക്ടർ കറണ്ട് ഡിസ്ചാർജ് ചെയ്യാണ്. ഓക്കെ, ശരി. സപ്ലൈ കറണ്ട് ഉണ്ടോ? ട്രാൻസിസ്റ്റർ ഓഫ് അല്ലേ. ട്രാൻസിസ്റ്റർ ഓഫ് ആണെങ്കിൽ സപ്ലൈ കറണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? ഇല്ല. സോ ഇൻ എൻറ്റയർ മോഡ് 2 സപ്ലൈ കറണ്ട് is 0. ഓക്കെ, സോ അടുത്തത് IC കപ്പാസിറ്റർ കറണ്ട് എന്ന് പറയണേ ഇൻഡക്ടർ കറണ്ട് മൈനസ് IA. ഇത് ഇത്രയും പോർഷൻ ഒരു മൈനസ് IA താഴോട്ട് ക്ലാമ്പ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? IC എനിക്ക് കിട്ടും. വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ, സോ ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവുള്ളൂ. ആ സമയം ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. ഓക്കെ, വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് തന്നെയാണ്, ബട്ട് ഈ മൈന്യൂട്ട് ചേഞ്ച് ഇൻ വോൾട്ടേജ്, ദാറ്റ് ഈസ് ഡെൽറ്റ വി സി, ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, അതിന് ഡെൽറ്റ വി സി എന്ന് പറയുക. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് വേവ് ഫോം. ഇത് കാണാതെ പഠിക്കേണ്ട കേസൊന്നുമില്ല, അത് മനസ്സിലാക്കി പഠിക്കുക. മോഡ് 1 ഇൻഡക്ടർ കറണ്ട് ചാർജ് ചെയ്യും, മോഡ് 2 ഇൻഡക്ടർ കറണ്ട് ഡിസ്ചാർജ് ചെയ്യും. മോഡ് 1 സപ്ലൈ കറണ്ട് ഇവിടെ IS IL ആണ്, ഇൻക്രീസ് ചെയ്യും. മോഡ് 2 സ്വിച്ച് ട്രാൻസിസ്റ്റർ ഓഫ് ആണെങ്കിൽ സപ്ലൈ കറണ്ട് ഉണ്ടായിരിക്കത്തില്ല. IC എന്ന് പറയുന്നത് IL മൈനസ് IA. ഇത് എന്റെ ഗ്രാഫ് ഒരു മൈനസ് IA താഴോട്ട് ക്ലാമ്പ് ചെയ്താൽ മതി. ഓക്കെ, ഈ വി സി എന്ന് പറയുന്നത് നമ്മൾ കപ്പാസിറ്റർ വോൾട്ടേജ് ആണ്, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് തന്നെയായിരിക്കും, പക്ഷെ ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവും, ഡെൽറ്റ വി സി. ഓക്കെ, വി എ തന്നെയായിരിക്കും, കപ്പാസിറ്റർ വോൾട്ടേജ് ആണ് വി സി എന്ന് പറയണേ. ഓക്കെ, കപ്പാസിറ്ററും ലോഡും പാരലൽ അല്ലേ. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു വി സി. സോ വി സി അല്ലെങ്കിൽ V0 ഓൾമോസ്റ്റ് വി എ തന്നെയായിരിക്കും, പക്ഷെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി ആ കറണ്ട് എന്തോരം ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ട്, അതെന്റെ ഇക്വേഷൻ ആണ്. ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കേണ്ട, ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. വി എന്ന് പറയണേ, സോ ഡെൽറ്റ ഐ എന്ന് പറയുന്ന ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറയണേ വി ഐ ഇൻറ്റു വി എസ് മൈനസ് വി എ ബൈ എഫ് എൽ വി എസ്. V is the output voltage, Vs is the supply voltage, F is the frequency of operation, L the inductor value, Vs is the supply voltage. Okay, then this change in output voltage delta V is given by Vs into K into 1 minus K by 8 LCF square. K എന്ന് പറയുന്നത് ഡ്യൂട്ടി സൈക്കിൾ ആണ് നമുക്കറിയാം. ഓക്കെ, ഇനി എൽ സിയും സി സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ദ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ വാല്യൂ. ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എൽ സി എന്ന് പറഞ്ഞാൽ 1 മൈനസ് കെ ഇൻറ്റു ആർ ബൈ 2F. അതിന്റെ ക്രിട്ടിക്കൽ വാല്യൂ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കെ ബൈ 16 LF സ്ക്വയർ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഈ 3 ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, സോ ഇതിന് വർക്കിംഗ് ഓഫ് എ ബക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ബക്ക് കൺവേർട്ടർ എന്താണെന്ന് പറയണം, 1 മാർക്ക്. ദെൻ ആ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം, അതിന് മാർക്കുണ്ട്. 2 മോഡ് ഓഫ് ഓപ്പറേഷൻ വിത്ത് ഡയഗ്രാംസ്, ഈ 2 ഇക്വേഷൻ പറയണം. ഓക്കെ, മോഡ് 1 എന്ത് നടക്കും, മോഡ് 2 എന്ത് നടക്കും അത് പറയണം. ഈ വേവ് ഫോമിനെ കുറിച്ച് പറയണം, ഔട്ട്പുട്ട് ഇക്വേഷനെ കുറിച്ച് പറയണം. ഔട്ട്പുട്ട് ഇക്വേഷൻ വി എ ഈക്വൽ ടു കെ ഇൻറ്റു വി എസ് എന്ന് പറയണം. ഈ വാല്യൂസ് പറയണം. പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് പൂർത്തിയായി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത്.